നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ചില രഹസ്യങ്ങൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 തത്തകളുടെ ചിത്രമാണ്. തത്തയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള അല്ലെങ്കിൽ മഹാലക്ഷ്മി കടാക്ഷമുള്ള വീടുകളിൽ മാത്രം വരുന്നതായ പക്ഷി. ഇവിടെ തന്നിരിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള തത്തയും പച്ച നിറത്തിലുള്ള തത്തയുമാകുന്നു. ഈ 2 തത്തകളിൽ ഒരു തത്തയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും മഹാലക്ഷ്മി ദേവിയെ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 തത്തകളിൽ ഒരു തത്തയെ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു തത്തയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമമോ അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മി ദേവിയെ നമോ നമഃ എന്ന നാമമോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ മൈനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ, അഥവാ മഞ്ഞ നിറത്തിലുള്ള മൈനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പല കാര്യങ്ങളും പ്രതികൂലമായി നിൽക്കുന്നു എങ്കിൽ പോലും അത് താൽക്കാലികമാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലവിധ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ആ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവർ. എന്നാൽ പലപ്പോഴും ആഗ്രഹങ്ങൾ നടക്കുന്നില്ല. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ അല്പം കൂടി പരിശ്രമിക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാകും സംഭവിക്കുക. ആ കാര്യവും ഓർക്കുക. സ്വന്തമായി വീട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനമാകാം, അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതാകാം, അല്ലെങ്കിൽ തൊഴിലാകാം, വാഹനമാകാം. അത്തരം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ചെറിയ കാര്യങ്ങളുമാകാം. ആ കാര്യം ഓർക്കുക. അതിനാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ അതേക്കുറിച്ച് പുനരാലോചിച്ചതിന് ശേഷം മാത്രമേ ഒഴിവാക്കേണ്ടതാണ് എങ്കിൽ ഒഴിവാക്കുക. അതല്ല എങ്കിൽ അത് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ വന്ന് ചേരുന്നില്ല. അതിൽ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ധനപരമായ നേട്ടങ്ങൾ, പ്രധാനമായും തൊഴിൽപരമോ ബിസിനസ് പരമായ നേട്ടങ്ങളോ ആകാം. സ്ഥല വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. വസ്തു, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ പല നേട്ടങ്ങളും വന്നു ചേർന്നു എന്ന് വരാം. അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന നേട്ടങ്ങളാകാം. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുന്നത് മൂലമുള്ള നേട്ടങ്ങളാകാം. അത്തരത്തിൽ പല വ്യക്തികളുടെയും സഹായം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സഹായം ലഭിക്കാത്തതായ സാഹചര്യവും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുന്നതായ സാഹചര്യവും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതുമാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കുടുംബത്തിൽ ഐക്യം അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അമ്മയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും.
സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. എന്നാൽ പഠനം ശ്രദ്ധിക്കേണ്ടതായ സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതായ പല സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനം തന്നെ നഷ്ടമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട ബന്ധം നഷ്ടമാകുന്നതിന് പോലും അത് കാരണമായി തീരും. കൂടാതെ ഈ സമയം ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കുക, അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാകുന്നു. രണ്ടാമത്തെ തത്തയായ പച്ച നിറത്തിലുള്ള തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. അതിനാൽ നിത്യവും നിങ്ങൾ പ്രാർത്ഥിച്ചു തന്നെ, മന്ത്രങ്ങൾ ജപിച്ചു തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് വീടാകാം, അല്ലെങ്കിൽ വസ്തുക്കളാകാം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. കൂടാതെ തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നതായ ചില കാര്യങ്ങൾ തുടക്കത്തിൽ വന്നു ചേരും എങ്കിൽ പോലും അത് എപ്രകാരം തരണം ചെയ്യണം, അല്ലെങ്കിൽ ചില സഹായങ്ങളാൽ നിങ്ങൾക്ക് അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കും. ലോൺ, ചിട്ടി, അത്തരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ബിസിനസ് പരമോ തൊഴിൽപരമോ ആയി ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മറന്ന് മുന്നോട്ട് പോവുകയും പല വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ രൂപം കൊള്ളാം. നഷ്ടപ്പെട്ടതായ ഇത്തരം കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില തടസ്സങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കാര്യവിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അല്പം കൂടി ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളരുത് എന്ന കാര്യവും ഓർക്കുക. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്നവരെ കാണുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. കൂടാതെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. പലവിധ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും അത് നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ഉടനെ നേടിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നിരുന്നാലും ശ്രമിക്കുകയാണ് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട്, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം
വളരെയധികം ആഗ്രഹിച്ച് നേടിയെടുക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം പകരും എന്ന കാര്യം ഓർക്കുക. തൊഴിലാകാം, വാഹനങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ നിരന്തരമായ പരിശ്രമം അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം കലാ മേഖലകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ പല കാര്യങ്ങളിലും തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പല വ്യക്തികളുടെയും വാക്കുകൾ വിശ്വസിച്ച് പല കാര്യങ്ങളും ചെയ്യുകയും തന്മൂലം നഷ്ടങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ നേരിടാം. അതിനാൽ ഏത് കാര്യവും ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് ശ്രദ്ധയോടെ ചിന്തിച്ച് അത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക, അല്ലെങ്കിൽ തിരിച്ചടി ഉറപ്പ് തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതായ കാര്യങ്ങളാകുന്നു. അതിനാൽ ഇത്തരം വന്നു ചേരുന്നതായ ചില രഹസ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.